ഉണ്ടാക്കാം. ചേമ്പിൻ്റെ ഇല നമ്മൾ കറി വെക്കലും ഉപ്പേരി വെക്കലെല്ലാം ഇല്ലേ, അതുപോലെ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. തിരുള് ചേമ്പിൻ്റെ ഇലയാണിത്. ഇതിനാവശ്യമായ സാധനങ്ങൾ: തുവരപ്പരിപ്പ് കുതിർത്ത് വെച്ചത്, ചുവന്ന മുളക്, പിന്നെ അരി കുതിർത്ത് വെച്ചത്, പിന്നെ തേങ്ങ, പിന്നെ കുറച്ച് കായം. നമുക്ക് ഈ ചേമ്പിൻ്റെ നാരിങ്ങനെ വലിച്ച് എടുക്കാം. എല്ലാ നാരും വലിച്ചെടുക്കണം, നാര് പാടില്ല. അപ്പോൾ നാര് വലിച്ചെടുക്കാം. അരി, തുവരപ്പരിപ്പ്, ചുവന്ന മുളക്, കായപ്പൊടി, പിന്നെ പുളിവെള്ളത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. ഇവിടെ പത്രോട റെഡിയാക്കാൻ വേണ്ടി ഞാൻ ചേമ്പിൻ്റെ ഇല നാരൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിയും തുവരപ്പരിപ്പും പിന്നെ ചുവന്ന മുളകും കായവും തേങ്ങയും പുളിവെള്ളവും ഉപ്പും കൂടി അരച്ചതാണിത്. ഇത് അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. ഇത് വെള്ളം കുറച്ച് അരക്കണം. എന്നിട്ടിത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ ചേമ്പിൻ്റെ ഇലയിൽ ഇങ്ങനെ തേച്ച് ഇങ്ങനെ നല്ലോണം പിടിപ്പിക്കണം. നല്ല രസമാണ്. ചോറിൻ്റെ കൂടെ കൂട്ടാം, പിന്നെ നമുക്ക് ചായേൻ്റെ കൂടെ വേണമെങ്കിൽ കൂട്ടാം. ചൊറിയൊന്നുമില്ല. പുളി കൂട്ടണം കേട്ടോ അരക്കുമ്പോൾ. വാളം പുളിക്ക് പകരം വിലിമ്പി പുളിയും ചേർക്കാം. പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് പിന്നെ ചെറുങ്ങനെ പൊരിച്ചെടുത്തിട്ട് എണ്ണയിലേക്കാക്കി കഴിഞ്ഞാൽ ചായക്ക് ഇതാക്കുകയും ചെയ്യാം. ചൊറിയൊന്നുമില്ല. പിന്നെ ചോറിന് നല്ലൊരു നമ്മൾ ചേമ്പിൻ്റെ ഇല ഉപ്പേരി വെക്കലില്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത്. ഇനി അടുത്തത് നമുക്കിത് ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലും ഇതേപോലെ തന്നെ നമുക്കിത് ഈ കൂട്ടിങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിക്കാം. നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇല വെച്ചിട്ട് ആക്കാം. ഞാൻ 2 ഇല എടുത്തിട്ടുള്ളൂ. നല്ലോണം തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇത് ആവി കയറ്റി കഴിക്കഴിഞ്ഞാൽ അടിപൊളി. ചോറിൻ്റെ കൂടെ തൈരുണ്ടെങ്കിൽ തൈരും കൂട്ടി ഇതാക്കി കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും. ഇതും വെറും തൈരും മാത്രം മതി ചോറിന്. 2 സൈഡും ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക. എന്നിട്ട് മെല്ലെ ഇങ്ങനെ ചെറുങ്ങനെ ചുരുട്ടി മെല്ലെ മെല്ലെ ചുരുട്ടിയിട്ട് കൊണ്ടുവരിക. ഇതുണ്ടോ, ഇതേപോലെ ഇതുപോലെ ചുരുട്ടി കൊണ്ടുവരിക. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. അധികം സ്പീഡിൽ ചുരുട്ടരുത് കേട്ടോ, അപ്പോൾ ഇല കീറിപ്പോകും. അപ്പോൾ നമ്മൾ മെല്ലെ അതുപോലെ തന്നെ മുറിക്കുമ്പോൾ മെല്ലെ മുറിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇല കീറി അങ്ങ് പോകും. ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. മെല്ലെ മുറിക്കണം, അല്ലെങ്കിൽ കീറിപ്പോകും. നമുക്കിതിൽ ഇങ്ങനെ കുറച്ച് മസാല ഇതാക്കി കൊടുക്കാം. അപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ മസാല ആക്കി കൊടുക്കുക. ആവിച്ചെമ്പിലിങ്ങനെ വെച്ച് കൊടുക്കുക. പത്രോടെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പത്രോടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുക്കുക. നല്ലോണം ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാ നമുക്ക് ഇത് വേണമെങ്കിൽ മീനൊക്കെ പൊരിക്കുന്നത് പോലെ ദോശക്കല്ലിലിട്ടിട്ട് പൊരിക്കുകയും ചെയ്യുക. ചൊറിയൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ.